അങ്ങനെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 മണിക്കൂർ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് അറിയാമോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ബനാന പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായി ഞാൻ കുറേ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 50 കാഷ്നട്ട് ആൻഡ് കിസ്മിസ് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തത്, 300 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തത്, 4 ബനാന, പിന്നെ ചവ്വരി വേവിച്ചെടുത്തത് 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 1 ലിറ്റർ പാല്. ഇത്രയാണ് നമ്മുടെ ബനാന പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ്. ബനാന ഒന്ന് തൊലിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ടിനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബനാന എല്ലാം സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് റോസ്റ്റ് ചെയ്യാൻ പോയാലോ? പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഏത്തക്ക നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കിയെടുക്കാം. അല്ലേമ്മ? കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്ക പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ചേർക്കേണ്ടത് റോസ്റ്റ് ചെയ്ത് വെച്ച ബനാനയാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂവും കിസ്മിസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വെന്ത് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ പായസം കിടന്ന് തിളക്കണ തിളപ്പ് കണ്ടാൽ തന്നെ വായ വെള്ള കപ്പലുകൾ ഊറുന്നു. അങ്ങനെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 മണിക്കൂർ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ബനാന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം 1-2 മണിക്കൂർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചപ്പോഴത്തേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറുകിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ബൗളിനെ കിട്ടിയോളും. ബാക്കി ഞാൻ കുറച്ച് ഫ്രീസ് ചെയ്യാൻ വെച്ചു. പിന്നെ ഫ്രീസ് ചെയ്യാൻ വെച്ച് സാധാ ആയിട്ടുള്ളത് ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടായിട്ട് ഈ പാത്രത്തിലാണ് ഞാൻ ഫ്രീസ് ചെയ്യാൻ വെച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. റൂം ടെമ്പറേച്ചറിൽ വെച്ചത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചത്
രണ്ടും വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും. ആദ്യമായിട്ടാണ് രണ്ട് വ്യത്യസ്തമായിട്ട് പായസം ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തു. അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് കഴിച്ചിട്ട് അധികം വ്യത്യാസമൊന്നുമില്ല. രണ്ട് പായസം നമ്മൾ അതേ ടേസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് തണുത്തിട്ടേ ഉള്ളൂ, വേറെ ഒരു ഇതില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.